ഹലോ നമസ്കാരം. നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളുടെ നാട്ടിൽ നിന്ന് ഇസ്രായേലിലേക്ക് അഗ്രികൾച്ചർ മേഖലയിലേക്ക് ജോലിക്ക് വന്നിരിക്കുന്ന സഹോദരങ്ങൾക്കായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. കാവല ഒവേദ് പ്രത്യേകമായി ആവശ്യപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് അവരൊരു ചെറിയ പോസ്റ്റർ ഇംഗ്ലീഷിൽ തയ്യാറാക്കി അവരുടെ ഫേസ്ബുക്ക് പേജിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതെനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ട് നമ്മളുടെ ഭാഷയിൽ മലയാളത്തിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ചെയ്യണം, അറിയിക്കണം എന്ന് അവരാവശ്യപ്പെട്ടതിന് പ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വിഷയം വേറൊന്നുമല്ല, അഗ്രികൾച്ചറിലേക്ക് ജോലിക്ക് വന്നിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് അഗ്രികൾച്ചറിലെ ജോലി ബുദ്ധിമുട്ടായിട്ട് വരുമ്പോഴും സാലറി കിട്ടാനായിട്ട് താമസിക്കുകയും എംപ്ലോയർമാരുമായിട്ട് പ്രശ്നം ഉണ്ടാവുകയും താമസ സ്ഥലം എന്താ പറയുക മതിയായ സൗകര്യങ്ങളില്ലാതെ അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളാൽ ആ ഒരു ഫീൽഡ് വിട്ടിട്ട് മറ്റ് ഫീൽഡുകളിലേക്ക് പോയിട്ടുണ്ട്. ഇനി മറ്റ് ഫീൽഡുകളിലേക്ക് പോകുന്നത് കൂടാതെ ജോലി മാറിപ്പോകുന്നവരുണ്ട്, എംപ്ലോയർമാരെ അറിയിക്കാതെ പോകുന്നവരുണ്ട്, അറിയിച്ചിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് നമ്മുടെ അഗ്രികൾച്ചറിൽ തന്നെ തുടരാതെ മറ്റു പല ജോലികളിലേക്കും മാറിപ്പോയവരുണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ ഇതെല്ലാം വിട്ടിട്ട് റെഫ്യൂജി വിസയ്ക്ക് അപേക്ഷിച്ചവരുണ്ട്. അതായത് അഭയാർത്ഥി വിസയ്ക്ക്, UN വിസ എന്ന് പറയും, അങ്ങനെ ഉള്ള വിസയ്ക്ക് അപേക്ഷിച്ച് പോയിട്ടുള്ളവരുണ്ട്. ഇത് ഇങ്ങനെ ഒരു കാര്യം അറിയിക്കാനായിട്ട് പറയാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ഈ അടുത്തിടയ്ക്ക് നമ്മുടെ പോപ്പുലേഷൻ ആൻഡ് ഇമിഗ്രേഷൻ അതോറിറ്റി ഒരു കണക്കെടുപ്പ് നടത്തുകയുണ്ടായി. യുദ്ധത്തിന് ശേഷം ഇസ്രായേലിലേക്ക് അഗ്രികൾച്ചറൽ മേഖലയിലേക്ക് വന്നിരിക്കുന്ന പല രാജ്യങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഒരു കണക്കെടുപ്പ് നടത്തുകയുണ്ടായി. അപ്പോൾ ആ കണക്കെടുപ്പ് പ്രകാരം ഇന്ത്യയിൽ നിന്ന് ഏകദേശം 820 പേരോളമാണ് അഗ്രികൾച്ചറൽ മേഖലയിലേക്ക് വന്നത്. അത് മലയാളികൾ മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാർ. അതില് നിലവില് വെറും 623 പേര് മാത്രമേ ലീഗലായിട്ട് അഗ്രികൾച്ചറിൽ തുടരുന്നുള്ളൂ. അതിന്റെ അർത്ഥം ഈ ബാക്കിയുള്ള ആൾക്കാർ മൊത്തം കുറെ പേര് അഗ്രികൾച്ചറിൽ നിന്ന് മാറി ചാടി നിൽക്കുവാണ്. കുറെ പേരെ അഗ്രികൾച്ചറിൽ നിന്ന് ഇറങ്ങി മറ്റു പല ജോലികളും ചെയ്യുന്ന സമയത്ത് പിടിക്കപ്പെട്ടിട്ട് നമ്മുടെ പീബ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഡീപ്പോർട്ട് ചെയ്തു പോയവരുണ്ട്. അതല്ലാതെ കുറെ പേര് റെഫ്യൂജി വിസയ്ക്ക് അപേക്ഷിച്ച് നിൽക്കുന്നവരുണ്ട്. അപ്പൊ നിലവില് ഏകദേശം 200-ന് മേലെ ആൾക്കാര് വന്നിരിക്കുന്നതില് കുറച്ച് പേര് 57 പേരോളം ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നാണ് കവലോത് എനിക്ക് നമ്മളോട് പറഞ്ഞ കണക്ക്. ബാക്കിയുള്ള അത്രയും ആൾക്കാര് കുറച്ച് പേര് ഇല്ലീഗലായിട്ട് നിൽക്കുന്നു, കുറച്ച് പേര് റെഫ്യൂജി വിസയ്ക്ക് അപേക്ഷിച്ചിട്ട് നിൽക്കുന്നു. അപ്പൊ അവരെ അറിയിക്കാൻ പറഞ്ഞ കാര്യം ഇതാണ്: നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ജോലി മാറാൻ നിങ്ങൾക്ക് അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട്. അത് ഈസി ആയിട്ടുള്ള കാര്യമല്ല, എല്ലാ എംപ്ലോയർമാരും നിങ്ങളോട് സഹകരിച്ചു എന്ന് വരില്ല. പക്ഷെ ഇൻഫോം ചെയ്തിട്ട് നമുക്ക് തന്നെ ജോലി കണ്ടുപിടിക്കാം, ഏജൻസിയോട് ആവശ്യപ്പെടാം മറ്റു സ്ഥലങ്ങളിലേക്ക് മാറാന്. ഇതൊന്നും അല്ലാതെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് മറ്റ് ജോലികളിൽ പോയാലോ അല്ലെങ്കിൽ റെഫ്യൂജി വിസയിലേക്ക് നിങ്ങൾ പോയി അപേക്ഷിച്ചാലോ നിങ്ങൾക്ക് തിരിച്ച് അഗ്രികൾച്ചറിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല, ലീഗലായിട്ടൊരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല. ഏതെങ്കിലും ജോലിയിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങി നിന്നിട്ട് 90 ദിവസം വരെ നിങ്ങൾക്ക് സമയമുണ്ട് അഗ്രികൾച്ചറിലേക്ക് തന്നെ തിരിച്ചു പോകാൻ. ഈ 90 ദിവസത്തിനുള്ളിൽ എവിടെയെങ്കിലും അഗ്രികൾച്ചറിൽ അല്ലാതെ നിങ്ങൾ ജോലി ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മളുടെ എമിഗ്രേഷൻ പിടിച്ചാൽ നിങ്ങളെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യും. ഇനി അതല്ലാതെ ഇതൊന്നും അല്ലാതെ റെഫ്യൂജി വിസയ്ക്ക് പോയി അപേക്ഷിച്ചവരാണെങ്കിൽ വൺസ് നിങ്ങൾ റെഫ്യൂജി വിസയ്ക്ക് അപേക്ഷിച്ചാൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ച് അഗ്രികൾച്ചറിലേക്ക് കയറാൻ പറ്റത്തില്ല. ഓക്കെ. ഇനി റെഫ്യൂജി വിസ എന്താണെന്ന് അറിയാതെ, കൃത്യമായ അറിവില്ലാതെയാണ് നല്ല ശതമാനം ആൾക്കാരും ഈ റെഫ്യൂജി വിസയ്ക്ക് പോയി അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ എനിക്കിവിടെ ഇസ്രായേലിലുള്ള മലയാളി സുഹൃത്തുക്കളോട്, ഇവിടെ കെയർ ഗീവേഴ്സ് ആയിട്ട് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നവരും ഏജന്റുമാരായിട്ടും സബ് ഏജന്റുമാരായിട്ടും വക്കീലന്മാരുടെ ഏജന്റുമാരായിട്ടും ഒക്കെ നിൽക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഈ ഒന്നും അറിയത്തില്ലാതെ ഇവിടേക്ക് വന്നിരിക്കുന്ന ഈ പാവങ്ങളെ മിസ്ലീഡ് ചെയ്ത് ഈ റെഫ്യൂജി വിസയിലേക്ക് കൊണ്ടുപോകുന്നത്. റെഫ്യൂജി വിസ എന്ന് പറഞ്ഞാൽ അഭയാർത്ഥി വിസയാണ്. ഈ അഭയാർത്ഥി വിസ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് എന്താ പറയുക, സംരക്ഷണമില്ല, നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിൽ മറ്റു രാജ്യത്തിനോട് നമ്മൾ അഭയം ചോദിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ റെഫ്യൂജി അല്ലെങ്കിൽ അഭയാർത്ഥി എന്ന് പറയുന്നത്. അതിന് നമ്മൾ പറയുന്ന ഒരുപാട് പല കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളൊക്കെ ഈ അഭയാർത്ഥി വിസയിൽ അവിടെ കൈകാര്യം ചെയ്യുന്നവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ നമ്മളെ ഒരു അഭയാർത്ഥിയായി അവരിവിടെ സ്വീകരിക്കുകയുള്ളൂ. ഇനി എല്ലാ അഭയാർത്ഥികൾക്കും ജോലി ചെയ്യാനുള്ള അനുവാദം കിട്ടണം എന്നില്ല. അഭയാർത്ഥി വിസ കൊടുക്കുമ്പോൾ ചില വിസകള് ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷനോട് കൂടിയാണ് അവർ കൊടുക്കുന്നത് ആദ്യത്തെ 3 മാസം. അതിനുശേഷം വീണ്ടും വിസ പുതുക്കി കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള പെർമിഷനോട് കൂടിയുള്ള വിസ കിട്ടുകയുള്ളൂ. ഇതിനൊക്കെ ഒരുപാട് താമസം എടുക്കും.
ഇനി ഇതിനൊക്കെ നമ്മൾ കൊടുക്കുന്നതോ നല്ലൊരു ഭീമമായ തുകയുമാണ്. ഈ ഭീമമായ തുക എന്ന് പറയുന്നത് 6000, 7000, ചിലരുടെ നിന്നൊക്കെ 10,000 ഷെക്കിൽ വരെ മേടിച്ച കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ വക്കീലന്മാരുടെ ഒക്കെ അടുത്തേക്ക് ചെന്നിട്ട് നമുക്ക് അവർ പ്രൊട്ടക്ഷൻ പേപ്പർ തരും എന്നുള്ള രീതിയിലാണ് എല്ലാവരും പോകുന്നത്. ഈ കൊണ്ടേ കൊടുക്കുന്ന അല്ലെങ്കിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഇവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഇതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, എല്ലാം ഒന്നും 100% പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ ഒന്ന് ചിന്തിച്ചാൽ മതി, നിങ്ങളുടെ പോക്കറ്റിലേക്ക് 500, 1000, 2000 ഷെക്കില് കമ്മീഷനായിട്ട് വരുമ്പോഴും ഒന്നും അറിയത്തില്ലാതെ വന്ന ഒരു പാവത്തിന്റെ ഇസ്രായേലിലെ ഫ്യൂച്ചറാണ് നിങ്ങൾ തകർക്കുന്നത്. അതുകൊണ്ട് ദയവേത് ഇവിടെയുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാം ഇവിടെ ഗ്രൂപ്പുകളിലൊക്കെ വന്ന് ചാടി നിന്ന് വർഷങ്ങളായിട്ട് അഭയാർത്ഥി വിസ കിട്ടിക്കൊണ്ടിരുന്ന ആൾക്കാരുടെ പോലും ഇപ്പൊ റിജക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 6-7 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വിസ കിട്ടിക്കൊണ്ടിരുന്നവരെ ഇപ്പൊ അവര് വിസ കൊടുക്കൽ കുറയ്ക്കാൻ തുടങ്ങി. അതിപ്പോ മലയാളിയാണെന്ന് നോക്കിയിട്ടോ ഹിന്ദിക്കാരനാണെന്നോ അല്ലെങ്കിൽ ഇന്ത്യക്കാരനാണെന്നോ നോക്കിയല്ല, 6, 7, 10 വർഷത്തിന് കൂടുതൽ ഒരു അഭയാർത്ഥിയായിട്ട് നിന്നിട്ടുണ്ട് എന്ന് കണ്ടാൽ അവർ വീണ്ടും നമ്മളെ അപ്പീലിന് വിളിച്ച് നമ്മൾ പറഞ്ഞ കാരണങ്ങളൊക്കെ സത്യസന്ധമാണോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് ഇപ്പൊ അവർക്ക് വിസ പുതുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ വിസ മേഖലകളിലും അതിൻ്റെതായ നിയമങ്ങൾ കഠിനമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഗവൺമെന്റ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അഗ്രികൾച്ചറിൽ വന്നിരിക്കുന്ന ആൾക്കാർ, ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് അതിനുകൊണ്ട് തലവെച്ച് കൊടുക്കരുതേ. അത്രേ നമുക്ക് പറയാനുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മൾ അറിയുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അത് എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളത് നിങ്ങളുടെയൊക്കെ സ്വന്തം സ്വാതന്ത്ര്യമാണ്. അപ്പോൾ കവല ഓവേദ് ആവശ്യപ്പെട്ടതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോലി ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു പുതിയ ജോലി കണ്ടെത്താനുള്ള സമയമുണ്ട്, നിങ്ങൾക്ക് തിരിച്ചു കയറാനുള്ള സമയമുണ്ട്. 90 ദിവസം കഴിഞ്ഞാലും നിങ്ങൾക്കൊരു എംപ്ലോയർ നിങ്ങളെ തന്നെ വേണം എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആണ്. പക്ഷെ ഒരിക്കലും നിങ്ങൾ റെഫ്യൂജി വിസയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ള ആളായിരിക്കരുത്. മറ്റെവിടെയെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പിടിക്കപ്പെടുകയും ചെയ്യരുത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു 2 ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും ഒരുപക്ഷെ നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഇപ്പൊ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അവരവരുടെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ. കാരണം ഒത്തിരി പേര് എന്നെ വിളിക്കാറുണ്ട്, ചേച്ചി പറ്റിപ്പോയി, അറിയത്തില്ലായിരുന്നു, ഇങ്ങനെയൊക്കെയാണെന്ന് അറിയത്തില്ലായിരുന്നു, ഞങ്ങൾക്ക് തിരിച്ച് അഗ്രികൾച്ചറിലേക്ക് തന്നെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെയുള്ള കുറെ ആൾക്കാരെ കവല ഓതിൽ കൊണ്ടുവന്നപ്പോഴാണ് നമുക്കിങ്ങനെ അറിയാൻ സാധിച്ചത്, ഒരിക്കൽ നിങ്ങൾ റെഫ്യൂജി വിസയ്ക്ക് അപേക്ഷിച്ചാൽ തിരിച്ച് നിങ്ങൾക്ക് അവർക്ക് പോലും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.